കൃതജ്ഞത അർപ്പിക്കുവിൻ. അവിടുത്തെ നാമം വിളിച്ചപേക്ഷിക്കുവിൻ. അവിടുത്തെ പ്രവൃത്തികൾ ജനതകളുടെ ഇടയിൽ ഉദ്ഘോഷിക്കുവിൻ. അവിടുത്തെ വിശുദ്ധ നാമത്തിൽ അഭിമാനം കൊള്ളുവിൻ. കർത്താവിനെ അന്വേഷിക്കുന്നവരുടെ ഹൃദയം ആഹ്ലാദിക്കട്ടെ. സങ്കീർത്തകനോടൊപ്പം നമ്മുടെ ഹൃദയങ്ങളിലും ഈ വചനങ്ങൾ നമുക്ക് ചേർത്ത് വയ്ക്കാം. ഈ കൃപയുടെ സമയം, ദൈവം നമുക്കായി ഒരുക്കിയിരിക്കുന്ന ഈ രക്ഷയുടെ സമയം, നമ്മുടെ ഹൃദയങ്ങളെ പൂർണ്ണമായും കർത്താവിന് വിട്ടുകൊടുക്കുക. ജീവിതത്തിൻ്റെ മറ്റ് ചിന്തകളിൽ നിന്ന്, ജീവിതത്തോടുള്ള മറ്റ് ആഭിമുഖ്യങ്ങളിൽ നിന്ന്, ഈ ലോകത്തോടുള്ള എൻ്റെ മൈത്രിയിൽ നിന്നൊക്കെ ഒന്നൊഴിഞ്ഞു മാറി ഈ ഏതാനും നിമിഷം തമ്പുരാൻ്റെ മുമ്പിൽ സ്വസ്ഥമായി നമുക്കിരിക്കാം. എല്ലാം സൃഷ്ടിച്ചവൻ, എല്ലാം നമുക്കായി ഒരുക്കിയവൻ, അബ്ബാ പിതാവേ, അങ്ങേ തിരുമുമ്പിൽ ഞങ്ങളെ പൂർണ്ണമായും സമർപ്പിച്ചുകൊണ്ട് അങ്ങയുടെ നാമത്തിന് സ്തുതിയും ആരാധനയും സമർപ്പിച്ചുകൊണ്ട് കരങ്ങൾ ഹൃദയത്തോട് ചേർത്ത് വെച്ചുകൊണ്ട് നമുക്കും പാടാം. ദൈവപിതാവേ, അങ്ങയെ ഞാൻ ആരാധിക്കുന്നു, സ്തുതിക്കുന്നു. ജീവനുമെൻ്റെ സർവസ്വവും മുൻപിലണച്ച് കുമ്പിടുന്നു. ജീവനുമെൻ്റെ സർവസ്വവും മുൻപിലണച്ച് കുമ്പിടുന്നു. എല്ലാം ആരിലൂടെ സൃഷ്ടിക്കപ്പെട്ടു? ആര് നമുക്ക് വേണ്ടി സ്വർഗം വിട്ടിറങ്ങി ഭൂമിയിലേക്ക് ഇറങ്ങി വന്നുവോ? ആ പുത്രനെ നമ്മുടെ ഹൃദയം ചേർത്ത് വെച്ചുകൊണ്ട്, നമ്മുടെ ഹൃദയത്തിൻ്റെ നാഥനായി സ്വീകരിച്ചുകൊണ്ട്, ഹൃദയത്തിലെ രാജാവായി നമുക്കവനെ പൂർണ്ണമായും സമർപ്പിച്ചുകൊണ്ട്, നമ്മുടെ ഇടയിൽ ഒരു തരിയോളം ചെറുതാവാനായി ഇറങ്ങി വന്ന ഈശോയുടെ സ്നേഹത്തിന് മുൻപിൽ നമ്മളെ തന്നെ പൂർണ്ണമായും സമർപ്പിച്ചുകൊണ്ട് നമുക്ക് പാടാം. യേശുവേ നാഥ, അങ്ങയെ ഞാൻ ആരാധിക്കുന്നു, സ്തുതിക്കുന്നു. ജീവനുമെൻ്റെ സർവസ്വവും മുൻപിലണച്ച് കുമ്പിടുന്നു. കരങ്ങൾ കൂപ്പി ജീവനുമെൻ്റെ സർവസ്വവും മുൻപിലണച്ച് കുമ്പിടുന്നു. ഈശോ നമുക്കായി വാഗ്ദാനം ചെയ്ത പരിശുദ്ധാത്മാവിനെ അവൻ വന്നു കഴിയുമ്പോൾ നീതിയെക്കുറിച്ചും ന്യായവിധിയെക്കുറിച്ചും ബോധ്യപ്പെടുത്തുമെന്ന് ആരെക്കുറിച്ച് ഈശോ പറഞ്ഞുവോ? ശിഷ്യന്മാർക്ക് തൻ്റെ വാഗ്ദാനമായി നിശ്വസിച്ചുകൊണ്ട് അവരിലേക്ക് പകർത്തി നൽകിയ പരിശുദ്ധാത്മാവിനെ
നമ്മുടെ ഹൃദയങ്ങളെയും നിയന്ത്രിക്കാനായി വിട്ടുകൊടുത്തുകൊണ്ട് നമ്മുടെ ജീവിതങ്ങളെയും പൂർണ്ണമായും കൈയാളിച്ചുകൊണ്ട് പരിശുദ്ധാത്മാവെ ഞങ്ങളങ്ങേ ആരാധിക്കുന്നു, സ്തുതിക്കുന്നു എന്ന് ഏറ്റുപറഞ്ഞുകൊണ്ട് കരങ്ങളെ യാചന രൂപത്തിൽ പിടിച്ച് നമുക്കും പാടാം. പാവനാത്മാവേ അങ്ങയെ ഞാൻ ആരാധിക്കുന്നു, സ്തുതിക്കുന്നു. ജീവനുമെൻ്റെ സർവസ്വവും മുൻപിലണച്ച് കുമ്പിടുന്നു. പാടാം. ജീവനുമെൻ്റെ സർവസ്വവും മുൻപിലണച്ച് കുമ്പിടുന്നു. സുവിശേഷം പറഞ്ഞു വയ്ക്കുക. സ്വയം ചെറിയവനാണെന്ന് കരുതുവാനും ചെറിയവരെ ഉപേക്ഷിക്കാതെ അവരെ പരിഗണിക്കാനുമാണ് സുവിശേഷം പറഞ്ഞു വയ്ക്കുക. വിശുദ്ധ ഗ്രന്ഥം മൊത്തം കാച്ചു കുറുക്കിയാൽ അത് സ്നേഹമാണെന്ന് നമുക്കറിയാം. ഞാൻ നിങ്ങൾക്കൊരു കൽപ്പന തരുന്നു, നിങ്ങൾ പരസ്പരം സ്നേഹിക്കുക. ഈശോ പറഞ്ഞ വാക്കുകളിലൂടെ നമ്മളൊന്ന് കണ്ണോടിച്ച് നോക്കുമ്പോൾ നമുക്ക് മനസ്സിലാവും എങ്ങനെയാണ് നമ്മൾ സ്നേഹമായി മാറേണ്ടത്, എങ്ങനെയാണ് നമ്മൾ അന്യനെ സ്നേഹിക്കേണ്ടത്. രാജാവായിരുന്നു കൊണ്ടോ മറ്റുള്ളവരെ കൊണ്ട് അടിമവേല ചെയ്യിപ്പിച്ചുകൊണ്ടോ ഒന്നുമല്ല എന്ന് ഈശോ തന്നെ തൻ്റെ ജീവിതത്തിലൂടെ നമുക്ക് പറഞ്ഞു തന്നിട്ടുണ്ട്. പാപികൾ മാത്രം സ്വീകരിക്കുന്ന മാമോദീസ അവൻ സ്വീകരിച്ചില്ലേ? പാപികളിൽ ഒരുവനായി അവൻ എണ്ണപ്പെട്ടില്ലേ? മറ്റുള്ളവരോട് ക്ഷമിക്കാനല്ലേ അവൻ പറഞ്ഞു തന്നെ? എങ്ങനെ ഗുരുവായിരിക്കാതെ ശിഷ്യന്മാരുടെ കാലുകൾ കഴുകാമെന്നല്ലേ അവൻ പറഞ്ഞു തന്നെ? എങ്ങനെ ഉയരങ്ങളിൽ നിൽക്കാതെ എങ്ങനെ താഴ്വരകളിലേക്ക് ഇറങ്ങിച്ചെല്ലാമെന്നല്ലേ അവൻ പറഞ്ഞു തന്നെ? അത് പ്രിയപ്പെട്ടവരെ, അവൻ്റെ ജീവിതത്തിൽ അവൻ നമുക്ക് കാണിച്ചു തന്നത് എളിമയുടെ സുവിശേഷമാണ്. മറ്റുള്ളവരെ കരുതിക്കൊണ്ട്, മറ്റുള്ളവരെ തന്നിലേക്ക് ആകർഷിച്ചുകൊണ്ട്, ആരെയും പകുത്തു നൽകാതെ, ആരെയും ഉപേക്ഷിക്കാതെ എല്ലാവരെയും ചങ്കോട് ചേർത്ത് വെച്ച ക്രിസ്തു തന്നെയാണ് പറയുന്നത്, സ്നേഹിക്കുവിൻ. അവൻ്റെ സ്നേഹം നമ്മൾ കാണുന്നത് ഈ വിധത്തിലാണ്. സ്വയം ചെറുതായി മറ്റുള്ളവർക്ക് വേണ്ടി അപ്പമാവാൻ, മറ്റുള്ളവരുടെ ഹൃദയത്തിൽ വസിക്കാൻ, എന്നെയും നിന്നെയും സ്വീകരിക്കാനും സ്നേഹിക്കാനും ചങ്ക് കുത്തി തുറന്നവർക്ക് പോലും ചങ്ക് കാട്ടിക്കൊടുത്ത സ്നേഹം. കുരിശിൽ കിടക്കുമ്പോൾ പോലും തന്നെ വേദനിപ്പിച്ചവനോട് ക്ഷമിച്ച സ്നേഹം. അത് പ്രിയപ്പെട്ടവരെ, ആ സ്നേഹത്തിലേക്ക് ഈശോ നമ്മെ വിളിക്കുന്നത്. ലോകത്തിൻ്റെ മൈത്രികളോടുള്ള സ്നേഹമല്ലത്, ലോകത്തിൻ്റെ വർണ്ണങ്ങളോടുള്ള സ്നേഹമല്ലത്, എന്നെയും നിന്നെയും വേദനിപ്പിച്ചതിനോട് ക്ഷമിക്കുവാൻ പറയുന്ന സ്നേഹം. കുരിശിൽ അവൻ കാണിച്ചു തന്ന സ്നേഹം. ആ ഒരു സ്നേഹത്തിലേക്ക് നമ്മെയും ഈ മണിക്കൂറിൽ ചേർത്ത് വയ്ക്കും. ആരോടെല്ലാം നമുക്ക് വിദ്വേഷമുണ്ടോ, ആരുടെയെല്ലാം സാന്നിധ്യത്തിൽ ഞാനും നിങ്ങളുമൊക്കെ അസ്വസ്ഥരാകുന്നുണ്ടോ, ആരെല്ലാം നമ്മളെ കുറ്റം പറഞ്ഞിട്ടുണ്ടോ, നമ്മെ വെറുത്തിട്ടുണ്ടോ, ഉപേക്ഷിച്ചിട്ടുണ്ടോ,
അവരോടും ക്ഷമിക്കാൻ പറ്റുന്ന സ്നേഹം, ആ സ്നേഹത്തിലേക്ക് നമ്മെ തന്നെ ചേർത്ത് വയ്ക്കാം. തമ്പുരാനെ, ഞങ്ങൾ പൂർണ്ണമായും അങ്ങയുടെ സ്നേഹത്തിലേക്ക്, അങ്ങയുടെ ക്ഷമിക്കുന്ന സ്നേഹത്തിലേക്ക് ഇവരെല്ലാം ചേർത്ത് വയ്ക്കുന്നു കർത്താവേ. ഈ നിമിഷം നമ്മുടെ ഹൃദയങ്ങളെ പൂർണ്ണമായും കർത്താവിൻ്റെ തിരുസന്നിധിയിലേക്ക് സമർപ്പിക്കാം. നമ്മുടെ കുടുംബങ്ങളെ സമർപ്പിക്കാം. ഈശോ സ്വയം താഴ്ന്ന് വെറുമൊരു ഗോതമ്പ് അപ്പത്തിൻ്റെ രൂപത്തിൽ ആയിരിക്കാൻ മാത്രം സ്വയം അവൻ എളിമപ്പെടുത്തി നമുക്ക് കാണിച്ചു തന്ന മാതൃക നമ്മുടെ കുടുംബങ്ങളിലും നമ്മുടെ ജീവിതങ്ങൾ വഴിയായും ഫലം പുറപ്പെടുവിക്കുവാനായിട്ട്, കുറഞ്ഞു കൊടുക്കുന്നതിൻ്റെ, സ്വയം ശൂന്യനായി കരുതുന്നതിൻ്റെ, ശൂന്യരായവരെ മനസ്സിലാക്കാനും അവരെ ചേർത്ത് വയ്ക്കാനും ചേർത്ത് പിടിക്കാനും അവരോട് പൂർണ്ണമായും ക്ഷമിക്കുവാനൊക്കെ സാധിക്കുന്നതിൻ്റെ ഒരു കൃപ, ഒരു അഭിഷേകം ഞങ്ങൾക്ക് ഓരോരുത്തർക്കും നൽകണമേ. ഞങ്ങളുടെ ഹൃദയങ്ങളിൽ, ഞങ്ങളുടെ കുടുംബങ്ങളിൽ നിൻ്റെ വലിയ സന്തോഷവും സമാധാനവും നൽകണമേ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് ഈശോയുടെ ആശീർവാദത്തിനായി നമുക്കൊരുങ്ങാം. ആരാധന 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 യേശുനാഥ. പരിശുദ്ധ പരമമാ ദിവ്യകാരുണ്യമേ,